കല്യാണം കഴിക്കാനുള്ള കാര്യം തീരുമാനിച്ചു. നീ കല്യാണം കഴിക്കണം. നീ ആണല്ലോ അടുത്ത അനന്തരാവകാശി. നിനക്ക് കുഞ്ഞുങ്ങളും പിള്ളേരും എല്ലാം ആയി കഴിയുമ്പോ ഈ കാണുന്നത് നിനക്കുള്ളതാ. ഈ ചുളുങ്ങിയ ബുക്കളോ? ബുക്കളല്ലെന്ന് ഈ കാണുന്ന വസ്തുവകകളെല്ലാം നിനക്കുള്ളതാ. എനിക്ക് കല്യാണം കഴിക്കണമോ? കല്യാണം കഴിക്കണം. നിന്റെ കല്യാണത്തിന് വേണ്ടി ഞാനൊരു ഡോക്ടറെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. കല്യാണത്തിന് ഡോക്ടർ ബ്രോക്കർ ഏർപ്പാട് ചെയ്യണ്ടേ? അതല്ല, ഒരു ഡോക്ടറെയാണ് അമ്മാവൻ നിനക്ക് കണ്ടുവച്ചേക്കുന്നത്. എനിക്ക് ഡോക്ടറെ വേണ്ട അമ്മാവ. ഡോക്ടർ ഇച്ഛിച്ചു അമ്മാവ, ഡോക്ടർ വേണ്ട. ഇവിടെ നല്ല കുടുംബക്കാരാണ്. എടാ കൊച്ചിന്റെ അച്ഛനും അമ്മയും വിദേശത്താ. നാളെ പറന്നിഞ്ഞ് വരും. അമ്മാവൻ ദേശാടനക്കിളിയുടെ കുഞ്ഞിനെയാണ് എനിക്ക് കണ്ടുവച്ചേക്കുന്നത്. എടാ അവരങ്ങ് സ്ലോ ആക്കി പറയാമോ? എന്റെ ഓരോ രാജ്യത്തിന്റെ പേര് രാജുന്നോ രജുന്നോ വല്ലതും മതിയായിരുന്നു. കല്യാണക്കുറിയിൽ അതെങ്ങനെ എഴുതി പിടിപ്പിക്കുമെന്നാണുള്ള സംശയം. ഞാനൊരു കാര്യം പറയട്ടെ. ഇത്രയും നേരം നിന്ന് ചവയ്ക്കുമായിരുന്നു. അതല്ല അമ്മാവ, ഞാൻ വേറൊരു പെണ്ണുമായിട്ട് പ്രണയത്തില അമ്മാവാ. നടക്കത്തില്ല. എനിക്കറിയാം നിന്റെ ചുറ്റിക്കളി കണ്ടപ്പോഴേ. ആരാടാ അവള്? സത്യം പറയടാ. അത് തോട്ടുംകരല്ലേ? തവളയാണ്? അല്ല, ചേമ്പലയായിരിക്കും. അതല്ല, തോട്ടുംകര വീട്ടിലെ പിന്നെ വാസുദേവന്റെ ഇളയ മോള് രമണി. നടക്കത്തില്ല. ആ തയ്യക്കാരില്ലയോ? ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കത്തില്ല. എടാ ഈ നാട്ടുകാരോട് മൊത്തം ഞാൻ പറഞ്ഞു പിപിയുടെ അനന്തരവൻ ഒരു ഡോക്ടറെയാ കല്യാണം കഴിക്കുന്നതെന്ന്. നീ ആ ഡോക്ടറെ കല്യാണം കഴിച്ചാൽ മതി. എന്റെ അഭിമാനമാണ് പിപിക്ക് വലുത്. ഞാൻ അപ്പനോട് വാക്ക് പറഞ്ഞു പോയി. വാക്കാണ് ഏറ്റവും വലിയ സത്യം. വാക്ക് പാലിക്കാതെ വന്നാൽ അതും ഭയങ്കര ദൂഷത്തരോ അമ്മാവ, മനസ്സിലായോ? നീ എങ്ങനെ പറയുന്നടാ ഇത്? 3-4 ദിവസം ഉറക്കളത്തിട്ട് റിഹേഴ്സൽ എടുത്തിട്ടാ ഈ പറയുന്നത്. അതല്ല, അമ്മാവിന്റെ മുഖത്ത് നോക്കി നീ അങ്ങനെ ധിക്കാരം പറയുന്നു. ഞാൻ ഒരു കാര്യം നിന്നോട് പറഞ്ഞേക്കാം. നീ ആ ഡോക്ടറെ കല്യാണം കഴിച്ചില്ലെങ്കിൽ നിന്റെ പേരെഴുതി വെച്ചിട്ട് ഞാൻ വെള്ളത്തിൽ ചാടും. അപ്പൊ എന്റെ പേര് മാഞ്ഞു പോകത്തില്ലയോ? വെള്ളത്തിൽ എഴുതി വെക്കുന്നല്ല, ആത്മഹത്യാക്കുറിപ്പിൽ നിന്റെ പേരെഴുതി വെച്ചിട്ട് ഞാൻ വെള്ളത്തിൽ ചാടി ചാകൂടാ. എനിക്ക് ഡോക്ടറെ വേണ്ട. എടാ നിന്നെ കൊണ്ട് ആ ഡോക്ടറെ കെട്ടിക്കാനുള്ള വഴി എന്റെ അടുത്തുണ്ട്. നിനക്ക് ഞാൻ കാണിച്ചു തരാടാ. ഈ കളവൻ വല്ല കൊട്ടേഷനും കൊടുക്കുവോ? എന്റെ പൊന്നു ദൈവമേ, എനിക്ക് വയ്യ. കൊടുത്തു. അയ്യോ കൊടുത്തു. കൊട്ടേഷൻ ടീം വരുന്നുണ്ട്, എന്നെ കൊല്ലും. അയ്യോ അയ്യോ, ഞാൻ ആ ഡോക്ടറെ കല്യാണം കഴിച്ചേക്കാമോ? നിങ്ങൾ എന്നെ ചതിക്കുമായിരുന്നല്ലയോ? ഈ ശബ്ദം എനിക്ക് എവിടെയോ പരിചയമുണ്ടല്ലോ. ഞാനാ നിങ്ങളുടെ കാമുകി രമണി. അയ്യോ, രമണിക്ക് എപ്പോഴാടി മീശ കളിച്ചേ? വിളിച്ചതല്ല, നിങ്ങൾക്ക് വേണ്ടി വെച്ചോണ്ട് വന്നതാ. പറഞ്ഞില്ല കേട്ടാ, എനിക്ക് വേണ്ടി ഇവള് പൊതിച്ചോറ് വെച്ചോണ്ട് വന്ന പോലെ. മനുഷ്യ, നിങ്ങൾ അമ്മാവൻ ഈ നാടനീളം പറഞ്ഞോണ്ട് നടക്കുമോ നിങ്ങളെ ഒരു കല്യാണം കഴിപ്പിക്കുമെന്ന്? അതിന്റെ സത്യാവസ്ഥ അറിയാനാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നേ. അമ്മാവനകത്തുണ്ടെന്ന് അങ്ങേർക്ക് കണ്ട മനസ്സിലാകാതിരിക്കാനില്ലോ ഞാൻ ഈ പാന്റ് ഷർട്ടും എല്ലാം ഇട്ടോണ്ട് വന്നേ. ഞാൻ ഇനി എന്ത് പറഞ്ഞാലും നിങ്ങളുടെ കൂടെ ജീവിക്കത്തുള്ളൂ. അമ്മാവൻ നമ്മളെ രണ്ടിനും വെട്ടി വെട്ടി കൊല്ലും. കൊല്ലട്ടെ. അപ്പൊ ജീവിക്കണ്ടായോ? എന്നാ കൊല്ലണ്ട. എന്നാ ഇപ്പൊ പോ. ഇപ്പല്ല, നീ പോടി. ഇല്ല, ഞാൻ പോകത്തില്ല. ഇല്ല, അതാരാണ് സപ്തസ്വരത്തിൽ ചുമക്കുന്നേ?